വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബയോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സെക്ഷൻ എയിലെ 6 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് 7ാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് നോക്കാം. 7ാമത്തെ ചോദ്യം നമുക്ക് വന്നിട്ടുള്ളത് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഇൻ ഹ്യൂമൻ ഫീമെയിൽ ഈസ് എന്നാണ് ചോദിച്ചുള്ളത്. നമ്മുടെ ഹ്യൂമൻ ഫീമെയിലിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചുള്ളത്. സോ നോക്കാം. ഓപ്ഷൻ എ യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം, സൈഗോട്ട്, മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്. ബി മോറുല, സൈഗോട്ട്, യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം, ബ്ലാസ്റ്റോസിസ്റ്റ്. സി സൈഗോട്ട്, മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്, യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം. ഡി ബ്ലാസ്റ്റോസിസ്റ്റ്, മോറുല, സൈഗോട്ട്, യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം എന്നിങ്ങനെയാണ് നമ്മളോട് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫെർട്ടിലൈസേഷന് ശേഷമാണ് എന്തുണ്ടാകുന്നത്, എംബ്രിയോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. സോ ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള സീക്വൻസ് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം സൈഗോട്ട് ഉണ്ടാവുന്നു, മോറുല ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നുള്ള സെൽസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് എന്നുള്ളത്. സെക്കൻഡ് സീക്വൻസ് വരുന്നത് മോറുല, സൈഗോട്ട്, യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം, ബ്ലാസ്റ്റോസിസ്റ്റ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് വന്നുള്ളത്. ഇൻകറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ സൈഗോട്ട് ഉണ്ടാകുന്നതിന് മുന്നെയാണ് എന്ത് നടക്കേണ്ടത്, നമ്മുടെ യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് നടക്കേണ്ടത്, അതായത് ഫെർട്ടിലൈസേഷൻ്റെ സ്റ്റെപ്പ് നടക്കേണ്ടത്. ഓക്കെ, സൈഗോട്ട്, മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്, യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം എന്നുള്ളതാണ് സി ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ്, അതും നമുക്കൊരു ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് എന്താണ്, സൈഗോട്ട് ഫോം ചെയ്തതിന് ശേഷമാണ്. സൈഗോട്ട് ഫോം ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം, നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസേഷൻ ഇവിടെ വെച്ചിട്ടുള്ളത് നമ്മുടെ യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് സീക്വൻസിലാണ് വെച്ചിട്ടുള്ളത്. സോ ഡി വരുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ്, മോറുല, സൈഗോട്ട്, യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം ആ സീക്വൻസിനെ ഡയറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇൻകറക്റ്റ് ആയിട്ടാണ് അതിനെ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ യൂണിയൻ ഓഫ് സ്പെർം ആൻഡ് ഓവം, സൈഗോട്ട്, മോറുല ആൻഡ് ബ്ലാസ്റ്റോസിസ്റ്റം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു, പിന്നീട് അത് മോറുല എന്നുള്ള സെൽസ് ആയിട്ട് മാറുന്നു, പിന്നീട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു, പിന്നീട് അത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് നോക്കാം. 8ാമത്തെ ചോദ്യം ദ ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ് വിത്ത് 1 എക്സാമ്പിൾ ഈച്ച് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ റോങ് പെയർ. റോങ് പെയറിനെയാണ് നമ്മളോട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഏതാണ് ഇതിൽ റോങ് പെയറായിട്ട് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹൈപ്പന്തോഡിയം. ഹൈപ്പന്തോഡിയം ഫിഗിലാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി അമ്പൽ, കൊറിയാണ്ടർ. ഓപ്ഷൻ സി സൈമോസ്, വീറ്റ്. ഓപ്ഷൻ ഡി റെസിമോസ്, മസ്റ്റാർഡ്. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് വെച്ചൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഹൈപ്പന്തോഡിയം ഫിഗിലാണല്ലേ. ഓക്കെ, കറക്റ്റായിട്ടുള്ളൊരു പെയറാണ്. കാരണം ഹൈപ്പന്തോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഫിഗ് ട്രീയുടെ അല്ലെങ്കിൽ എന്താണ് ഫൈക്കസ് റിലീജിയോസയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലേ, അവരുടെ ഒരു ഇൻഫ്ലോറസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, ഹൈപ്പന്തോഡിയം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റാണ്. ഓക്കെ, അമ്പൽ, കൊറിയാണ്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. അമ്പൽ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എവിടെയാണ്, നമ്മുടെ കൊറിയാണ്ടർ പ്ലാന്റ്സിലൊക്കെ തന്നെയാണ് അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ പയറും എന്താണ്, കറക്റ്റാണ്. ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് സൈമോസ്, വീറ്റിലാണ് നമ്മൾ സൈമോസ് ഇൻഫ്ലോറസൻസ് കാണുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വീറ്റ് ഹാസ് എ സ്പൈക്ക് ലൈക്ക് ഇൻഫ്ലോറസൻസ്. നമ്മുടെ വീറ്റിനകത്ത് നമ്മൾ എന്താണ്, സ്പൈക്കാണ് നമ്മുടെ വീറ്റിൻ്റെ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സൈമോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാം, ഹെലിക്കോയിഡ്, സ്കോർപ്പിയോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട് അതിനകത്ത്. സോ നമുക്ക് മോണോക്കേഷ്യൽ, പോളിക്കേഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈപ്പ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കാലോട്രോപ്പിസ് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ സൈമോസിന് ഇവിടെ വീറ്റ് എന്നുള്ളൊരു പെയറാണ് കൊടുത്തുള്ളത്. ഇതാണ് നമ്മുടെ റോങ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഡി നോക്കേണ്ട കാര്യമില്ല, ഡി റെസിമോസ്, മസ്റ്റാർഡിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. സോ സൈമോസിന് നമ്മൾ വീറ്റുമായിട്ടാണ് പെയർ ചെയ്തുള്ളത്. ഇതാണ് നമ്മുടെ റോങ് പെയർ എന്ന് പറയുന്നത്. ഓക്കെ, വീറ്റിൻ്റെ ഇൻഫ്ലോറസൻസ് എന്താണ്, സ്പൈക്കാണ് നമ്മുടെ വീറ്റിൻ്റെ
ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സോ സൈമോസ് വീറ്റ് എന്നുള്ളതാണ് എന്ത്, ഓപ്ഷൻ സി ആണ് നമ്മുടെ റോങ് പെയർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യമാണ് നമുക്ക് നോക്കാനുള്ളത്. 9ാമത്തെ ചോദ്യം എന്താണ്? ഓക്കെ, നോക്കാം. 9ാമത്തെ ചോദ്യം, ഓക്സിറ്റോസിൻ ഈസ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി ഫോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ യൂട്ടറൈൻ കൺട്രാക്ഷൻ ഫോർ ചൈൽഡ് ബർത്ത്, ബി ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം, ഓപ്ഷൻ സി ഓവുലേഷൻ, ഓപ്ഷൻ ഡി മെൻസ്ട്രുവൽ സൈക്കിൾ എന്നിങ്ങനെയാണ് നമുക്ക് തന്നുള്ളത്. അതായത് ഓക്സിറ്റോസിൻ, നമ്മുടെ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ ഹോർമോൺ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ഓപ്ഷൻസ് വെച്ച് തന്നെ നോക്കാം. യൂട്രൈൻ കൺട്രാക്ഷൻ ഫോർ ചൈൽഡ് ബർത്ത് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഓക്സിറ്റോസിൻ ഈസ് നോൺ ആസ് സ്റ്റിമുലേറ്റ് യൂട്രൈൻ കൺട്രാക്ഷൻസ് വിച്ച് ഈസ് ക്രൂഷ്യൽ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. ഇറ്റ്സ് ഓഫൺ യൂസ്ഡ് മെഡിക്കലി ടു ഇൻഡ്യൂസ് ഓർ ഓഗ്മെൻറ്റ് ലേബർ. അതായത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രാക്ഷൻസ്, യൂട്രൈൻ കൺട്രാക്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ്. സോ പെയിൻ, നമ്മുടെ യൂട്രൈൻ കൺട്രാക്ഷൻ നടക്കാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിറ്റോസിൻ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്, ഹോർമോൺ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. യൂട്രൈൻ കൺട്രാക്ഷൻ ഫോർ ചൈൽഡ് ബർത്ത് എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇവിടെ ഒരു ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ക്രോസ് ആണ് തന്നിട്ടുള്ളത്. ഇൻ എ ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ക്രോസ് ഫിനോടൈപ്പിക് റേഷ്യോ ഇൻ F2 generation was 9:3:1. In this, the 1/16th portion represents. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ഡൈഹൈബ്രിഡ് മെൻഡേലിയൻ ക്രോസിലെ ഫിനോടൈപ്പിക് റേഷ്യോ, അതായത് F2 ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:1 ആണ്. ഇതിലെ 1/16th പോർഷൻ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് റെസസീവ് ഫിനോടൈപ്പിക് കണ്ടീഷൻ ഫോർ ബോത്ത് ദ ക്യാരക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി 1 ഡോമിനൻ്റ് ആൻഡ് 1 റെസസീവ് ക്യാരക്ടർ. ഓപ്ഷൻ സി ബോത്ത് ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ്. ഓപ്ഷൻ ഡി ന്യൂ റീകോമ്പിനൻസ് ഡ്യൂ ടു ക്രോസിംഗ് ഓവർ എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ വന്നിട്ടുള്ള 9:3:1 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഓരോ പാർട്ടായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. അപ്പോൾ 9 എന്ന് പറയുന്നത് ബോത്ത് റെസസീവ് ക്യാരക്ടേഴ്സാണ്, ബോത്ത് ഡോമിനൻ്റ് ക്യാരക്ടേഴ്സാണ്. 3 എന്ന് പറയുന്നത്, ആദ്യത്തെ 3 എന്ന് പറയുന്നത് 1 ഡോമിനൻ്റ് 1 റെസസീവ് ആണ്. രണ്ടാമത്തെ 3 എന്ന് പറയുന്നത് 1 റെസസീവ് 1 ഡോമിനൻ്റ് ആണ്. നാലാമത്തെ 1 എന്ന് പറയുന്നത് റെസസീവ് ഫിനോടൈപ്പിക് കണ്ടീഷൻ ഫോർ ബോത്ത് ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1/16th പോർഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ 1/16th പോർഷൻ in the 9:3:1 ratio represent the genotype where both traits are recessive, which corresponds to the recessive phenotypic condition for both the characters. അതായത് ഇവിടെ പറയുന്നത് 9:3:1 1/16th പോർഷൻ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, 2 ക്യാരക്ടേഴ്സും 2 ട്രേറ്റ്സും റെസസീവ് ആയിട്ടുള്ള ഒരു ജീനോ ടൈപ്പിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പറയുവാണെങ്കിൽ റെസസീവ് ഫിനോടൈപ്പിക് കണ്ടീഷനാണത്. ഓക്കെ, അപ്പോൾ റെസസീവ് ഫിനോടൈപ്പിക് കണ്ടീഷൻ ഫോർ ബോത്ത് ദ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, റെസസീവ് ഫിനോടൈപ്പിക് കണ്ടീഷൻ ഫോർ ബോത്ത് ദ ക്യാരക്ടേഴ്സ്. നമ്മൾ എന്ത് ചെയ്തു, 9:3:1 ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോന്നും എന്ത് ക്യാരക്ടേഴ്സ് ആണ് എന്നുള്ളത് നോക്കി. സോ അതിനെ 1/16th റെപ്രസെൻറ്റ് ചെയ്യുന്നത് 2 ട്രേറ്റുകളും റെസസീവ് ആയിട്ടുള്ള ഒരു ജീനോ ടൈപ്പിനെയാണ് കാണിക്കുന്നത്. സോ എന്ന് വെച്ചാൽ എന്താണ്, റെസസീവ് ഫിനോടൈപ്പിക് കണ്ടീഷനാണത്. 2 ക്യാരക്ടേഴ്സ് നമുക്ക് എന്തായിരിക്കും, 2 ക്യാരക്ടേഴ്സും റെസസീവ് ആവുന്ന ഫിനോടൈപ്പിക് കണ്ടീഷനാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പം നമുക്ക് ഇനി ലാസ്റ്റ് 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സൈനോകൊബാലമീൻ ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഓരോന്നിനും ഓരോ പേരുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. സൈനോകൊബാലമീൻ എന്ന് പറയുന്നത് ഇതിലേത് വിറ്റാമിൻ ആണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരിക? ഇവിടെ നമുക്ക് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12, വിറ്റാമിൻ സി എന്നിങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻ എന് നമ്മൾ റെറ്റിനോൾ എന്നാണ് പറയാറുള്ളത്. അതുപോലെ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എന്താണ്? കോൾകാസിഫെറോൾ എന്നാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? സോറി, ഇതൊരു വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സോലുബിൾ സീക്കോസ്റ്റിറോയിഡ്സ് ആണ്. എന്താണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്? ഓക്കെ, ഓപ്ഷൻ ബിയിൽ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ B12 എന്ന് പറയുന്നത് നമ്മൾ കൊബാലമൈൻ എന്നാണ് പറയാറുള്ളത്. വിറ്റാമിൻ സിനെ നമ്മൾ എന്താണ് പറയാറുള്ളത്? വിറ്റാമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊബാലമൈൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വിറ്റാമിൻ B12 ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? വിറ്റാമിൻ B12 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. എല്ലാ വിറ്റാമിൻസിൻ്റെയൊക്കെ പേരുകളൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം വരെ. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സോ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ നമുക്ക് ബാക്കി ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.